ദൈവത്തിന് സ്തുതി. ബഹുമാനപ്പെട്ട വിധികർത്താക്കളെ, മാതാപിതാക്കളെ, ഗുരുക്കന്മാരെ, എൻ്റെ സ്നേഹം നിറഞ്ഞ കൂട്ടുകാരെ, ഏവർക്കും ക്രിസ്തയേശുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. കുറിച്ചി ബാവ, കല്ലാശ്ശേരി ബാവ, വലിയ ബാവ എന്നിങ്ങനെ വിവിധ നാമങ്ങളിൽ അറിയപ്പെടുന്ന പരിശുദ്ധ ബസേലിയോസ് ഗീവർഗീസ് മാർത്തോമാ ദ്വിതീയൻ കാതോലിക്ക ബാവയുടെ 53-ാം ഓർമ്മ പെരുന്നാൾ ഓർക്കുന്ന ഈ ദിനത്തിൽ അദ്ദേഹത്തിന്റെ സ്വന്തം മണ്ണിൽ നിന്നുകൊണ്ട് ധീരോജ്വല പ്രവർത്തനങ്ങൾ നടത്തി പ്രതിസന്ധികളെ അതിജീവിച്ച് മലങ്കരയുടെ വലിയ ബാവയെ കുറിച്ച് അല്പസമയം ചിന്തിക്കുവാൻ എനിക്ക് അവസരം ലഭിച്ചതിൽ ആദ്യമേ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടും ഇതിന്റെ സംഘാടകരോട് നന്ദി അറിയിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വലിയ വാക്കുകളിലേക്ക് കടക്കട്ടെ, എൻ്റെ വിഷയത്തിലേക്ക് കടക്കട്ടെ. പ്രതിസന്ധികളെ അതിജീവിച്ച് മലങ്കരയുടെ വലിയ ബാവ. പരിശുദ്ധ ബാവയുടെ ജീവിത കാലഘട്ടം പരിശോധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാകും അദ്ദേഹം പിന്നിട്ട വഴികൾ. 1874 ജൂൺ 16 കോട്ടയം ജില്ലയിലെ കുറിച്ചി കല്ലാശ്ശേരി കുടുംബത്തിൽ ഉലഹിന്നാന്റെയും പാമ്പാക്കുട പാറപ്പറമ്പിൽ കുഞ്ഞുകുരുവിന്റെ പുത്രി നൈത്തിയുടെ മകനായി പൊന്നൂസ് എന്ന വിളിപ്പേരുള്ള പരിശുദ്ധ പിതാവ് ജനിച്ചു. ചെറുപ്പം തൊട്ടേ പ്രതിസന്ധികളെ അതിജീവിക്കുന്നു എന്നതിനുള്ള മകുട ഉദാഹരണമാണ് ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തെ ബാധിച്ച മാരകമായ അസുഖത്തിൽ നിന്നും പ്രാർത്ഥനയാലും ഉപവാസത്താലും സൗഖ്യം ലഭിച്ചത്. സുദീർഘമായ 90 വയസ്സുവരെയുള്ള പരിശുദ്ധ പിതാവിന്റെ ജീവിതത്തിൽ 1892 ഷമ്മാശനായും 1898 വൈദികനായും തുടർന്ന് 3-ാം നാൾ പരിശുദ്ധ റമ്പാൻ സ്ഥാനവും സ്വീകരിച്ചു. പരിശുദ്ധ പരിമല തിരുമേനിയുടെ കൂടെ താമസിച്ചും അദ്ദേഹത്തിൽ നിന്ന് താപസാനുഷ്ഠാനങ്ങൾ അഭ്യസിച്ചും അദ്ദേഹത്തെ ശുശ്രൂഷിക്കുകയും ചെയ്തു. 1912 നവംബർ 2-ാം തീയതി പരിശുദ്ധ പരിമല തിരുമേനി കാലം ചെയ്തു കഴിഞ്ഞപ്പോൾ പരിമല സെമിനാരിയുടെ മാനേജറായി അദ്ദേഹം നിയമിക്കപ്പെട്ടു. 1912 സെപ്റ്റംബർ 8-ാം തീയതി ഗീവർഗീസ് മാർ ഗ്രിഗോറിയോസ് എന്ന പേരിൽ മെത്രാപ്പോലീത്തയായി. 1928 ഫെബ്രുവരി 15-ാം തീയതി 3-ാം കാതോലിക്കയായി അദ്ദേഹത്തെ വാഴിച്ചു. 1934 ഡിസംബർ 25-ാം തീയതി മലങ്കര മെത്രാപ്പോലീത്തയായി അദ്ദേഹത്തെ തിരഞ്ഞെടുത്തു. അങ്ങനെ മലങ്കര മെത്രാപ്പോലീത്ത സ്ഥാനവും കാതോലിക്ക സ്ഥാനവും ഒരുമിച്ച് പരിശുദ്ധ പിതാവിൽ വന്നു ചേർന്നു. പ്രതിസന്ധികൾ നിറഞ്ഞതായിരുന്നു പരിശുദ്ധ പിതാവിന്റെ ജീവിതം. അതിലൊന്നാമത്തേത് മുമ്പേ പറഞ്ഞതുപോലെ ചെറുപ്പത്തിൽ വന്ന മാരകമായ അസുഖത്തിൽ നിന്നും പ്രാർത്ഥനയാൽ സൗഖ്യം ലഭിച്ചത്. 2 റംബാച്ചനായ കാലം തൊട്ടേ സഭയ്ക്കെതിരെ ആഞ്ഞു വീശുന്ന നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ കൊടുങ്കാറ്റിൽ നിന്നും സഭയെ രക്ഷിച്ച ആത്മീയ നേതൃത്വം. 3 ക്ലേശകരമായ വിശുദ്ധ നാട സന്ദർശനം. 4 നവോത്ഥാന ഉപദേശങ്ങൾ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയ നാടുകളായി നിരണം, കൊല്ലം, കുണ്ടറ എന്നിവിടങ്ങളിൽ സ്വയം ചുമതല വഹിച്ച് അവിടെ ആത്മീയ ഉണർവ് നൽകിയത്. 5 അച്ചടി സൗകര്യങ്ങൾ ഇല്ലാഞ്ഞിട്ട് കൂടി സഹദേവന്മാരുടെ ചരിത്രം, പരദേശ, രഹസ്യ പ്രാർത്ഥനകൾ, സുറിയാനി നമസ്കാര ക്രമങ്ങൾ എന്നീ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചു. 6-ാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതും മലങ്കര സഭയിൽ കക്ഷി വഴക്കുകൾ കൂടുതലായ ഒരു കാലഘട്ടത്തിലാണ് പരിശുദ്ധ ബാവ ജീവിച്ചത് എന്ന് നാം ഓർക്കണം. കേസുകൾ ഉണ്ടായിട്ടും ദൈവകൃപ മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ ആശ്രയം. അതുകൊണ്ടാണ് 1951 നമ്മുടെ സഭ കേസ് തോറ്റിട്ടും അദ്ദേഹം നിരാശപ്പെടാതിരുന്നത്. 1958 സുപ്രീം കോടതി വിധി പ്രകാരം നമ്മുടെ സഭ ജയിച്ചപ്പോൾ യാതൊരു അഹങ്കാരവും കൂടാതെ നമുക്കെതിരെ നിന്നവരെ പരിഹസിക്കുകയോ ചെറുതാക്കുകയോ പരിശുദ്ധ ബാവ ചെയ്തില്ല. അവരെ ക്രിസ്തയേശുവിന്റെ സ്നേഹത്തിൽ സ്വീകരിച്ച് നമ്മുടെ സഭയുടെ മേലധ്യക്ഷനായി ജീവിതാന്ത്യത്തോളം നിലനിൽക്കുക തന്നെ ചെയ്തു. എങ്ങനെയാണ് അദ്ദേഹത്തിന് തന്റെ ജീവിതത്തിൽ വന്ന പ്രതിസന്ധികളെ നേരിടാനായത്? ഇതിന്റെ ഉത്തരത്തിൽ ഏറ്റവും പ്രധാനം അദ്ദേഹത്തിന്റെ താപസ നിഷ്ഠകളും ആചാരങ്ങളുമാണ്. ഗുരുവായ പരിശുദ്ധ പരിമല തിരുമേനി തന്നെയാണ് അദ്ദേഹത്തിന്റെ ഗുരു, അദ്ദേഹത്തിന്റെ മാതൃക. തന്റെ ഇഷ്ടങ്ങളും വികാരങ്ങളും മാറ്റിവെച്ചിട്ട് സഭയ്ക്കെതിരെ വന്ന പ്രതിസന്ധികളെ അതിജീവിച്ച് സഭയെ നയിച്ച നമ്മുടെ പരിശുദ്ധ പിതാവിനെ നമുക്ക് എന്നും ഓർക്കാം. ആ പരിശുദ്ധ പിതാവിന്റെ നല്ല മാതൃകകളെ നമുക്കും നമ്മുടെ ജീവിതത്തിലും പിന്തുടരാമെന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകളെ ഉപസംഹരിക്കുന്നു. നന്ദി. ജയ് ക്രൈസ്റ്റ്.